നമുക്ക് ചുറ്റുമുള്ള പല ജീവജാലങ്ങളെപ്പറ്റി പല പല കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടും വിശ്വസിച്ചും വരുന്നുണ്ട്. അവയെല്ലാം സത്യമാണോ? ഒട്ടകങ്ങൾ അവയുടെ പുറത്തുള്ള ഹംസിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും വവ്വാലുകൾക്ക് കണ്ണ് കാണാൻ കഴിയില്ലെന്നും ഓന്തുകൾ അവ നിൽക്കുന്ന പ്രതലത്തിനനുസരിച്ച് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനാണ് നിറം മാറുന്നത് എന്നുമൊക്കെ നമ്മളിൽ ചിലരെങ്കിലും കേട്ട കഥകളാകാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതുപോലെ ഉണ്ടായേക്കാവുന്ന ചില തെറ്റിദ്ധാരണകളെ പറ്റിയും അവയുടെ സത്യാവസ്ഥയും ഒന്ന് പരിശോധിച്ചാലോ? മരുഭൂമിയിലെ കഠിനമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പ്രകൃതിദത്തമായ കഴിവുള്ള സസ്തനികൾ അഥവാ മാമൽസ് ആണ് ഒട്ടകങ്ങൾ. ഇവയെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് ഡ്രോമഡറി. ഒറ്റക്കൂനുള്ള ഇവ അറേബ്യൻ മരുഭൂമികളിൽ കാണപ്പെടുന്നവയാണ്. 2 ബാട്രിയൻ. ഇവ 2 കൂനുള്ളവയാണ്. ഇവ മധ്യേഷ്യയിലെ തണുപ്പുള്ള മരുഭൂമികളിലാണ് കണ്ടുവരാറ്. ഒട്ടകത്തിൻ്റെ പുറത്ത് കാണുന്ന ഇത്തരം ഹംസിൽ വെള്ളമല്ല, പകരം കൊഴുപ്പാണ് സംഭരിച്ചു വച്ചിരിക്കുന്നത്. ഇത് ആഹാരവും വെള്ളവും കിട്ടാത്ത സമയത്ത് ഇവയ്ക്ക് ഊർജം നൽകാൻ സഹായിക്കുന്നു. ഒട്ടകത്തിന് ഒരേ സമയം 100 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ സാധിക്കും. ഓന്തുകൾ നിറം മാറുന്നത് അവ നിൽക്കുന്ന പ്രതലത്തിനനുസരിച്ച് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനാണ് എന്ന് നമ്മളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. എന്നാൽ അവയ്ക്ക് അതിനുള്ള കഴിവ് വളരെ കുറവാണ്. ഓന്തുകൾ അവയുടെ നിറം മാറുന്നത് പ്രധാനമായും അവയുടെ ഇമോഷണൽ ചേഞ്ചസിൻ്റെ ഭാഗമായും മറ്റു ഓന്തുകളുമായുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയും അവയുടെ ഇണചേരൽ സമയത്ത് ഇണയെ ആകർഷിക്കാനും പിന്നെ ചൂടിനെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ്. ഓന്തുകളെ പറ്റിയും അവ എങ്ങനെയാണ് നിറം മാറുന്നത് എന്നും എന്തിനാണ് നിറം മാറുന്നത് എന്നുമൊക്കെ നമ്മുടെ ചാനലിൽ വിശദമായി കെമീലിയൻ എന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ മറക്കല്ലേ. ഇനി നമുക്ക് ബാറ്റ്സിനെ പറ്റി നോക്കാം. പറക്കാൻ കഴിയുന്ന ഏക സസ്തനി അഥവാ മാമലാണ് വവ്വാലുകൾ. അവ ബ്ലൈൻഡ് ആണോ? ബ്ലൈൻഡ് ആസ് എ ബാറ്റ് എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ. എന്നാൽ ഇതൊരു തെറ്റിദ്ധാരണയാണ്. വവ്വാലുകൾക്ക് മനുഷ്യരെ പോലെ തന്നെ കാഴ്ചശക്തിയുണ്ട്. ചില വലിയ വവ്വാലുകൾക്ക്, ഉദാഹരണത്തിന് പഴം കഴിക്കുന്ന വവ്വാലുകൾക്ക് രാത്രിയിൽ മനുഷ്യരെക്കാൾ നന്നായി കാണാൻ സാധിക്കും. കാഴ്ചശക്തി ഉണ്ടെങ്കിലും പ്രധാനമായും ചെറിയ വവ്വാലുകൾ ഇരുട്ടിൽ ഇരപിടിക്കാൻ എക്കോ ലൊക്കേഷൻ എന്ന ടെക്നിക്കാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. എക്കോ ലൊക്കേഷൻ എന്നാൽ ഹൈ പിച്ച്ഡ് അൾട്രാസോണിക് പൾസ് യൂസ് ചെയ്ത് ചുറ്റുപാടിൻ്റെ സൗണ്ട് മാപ്പ് ഉണ്ടാക്കി ഇരപിടിക്കുന്ന ടെക്നിക്കാണ്. അവ പുറപ്പെടുവിക്കുന്ന ശബ്ദം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അത് കേട്ട് തടസ്സങ്ങൾ തിരിച്ചറിയാൻ അവയ്ക്ക് കഴിയും. വവ്വാലുകൾ രാത്രി വേഗത്തിൽ ദിശ മാറി പറക്കുന്നത് കാണുമ്പോൾ അവയ്ക്ക് കാഴ്ചശക്തിയില്ലെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാവാം ബ്ലൈൻഡ് ആസ് എ ബാറ്റ് എന്ന പ്രയോഗമുണ്ടായത്. ഒരു തുള്ളി രക്തം വീണാൽ കിലോമീറ്ററുകൾ അകലെ നിന്ന് വരെ സ്രാവുകൾ എത്തും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ സ്രാവുകൾക്ക് അത്രയും ദൂരെയുള്ള ഗന്ധം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. മികച്ച ഗന്ധശക്തി ഉണ്ടെങ്കിലും സമുദ്രത്തിലെ ഒഴുക്കും കാറ്റും അനുസരിച്ചേ ഗന്ധം അവയിലേക്ക് എത്തുകയുള്ളൂ. സാധാരണഗതിയിൽ 100 മീറ്റർ വരെയുള്ള ഗന്ധം മാത്രമേ അവയ്ക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ കിലോമീറ്ററുകൾ അകലെ നിന്ന് വരെ രക്തത്തിൻ്റെ മണമറിഞ്ഞ് സ്രാവുകൾ എത്തും എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.